നമസ്കാരം. ലോകം മുഴുവൻ ഞെട്ടലോടെയും അതീവ ഗൗരവത്തോടെയും ശ്രവിച്ച ഒരു വാർത്ത അടുത്തിടെ പുറത്തു വരികയുണ്ടായി. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ 3355 ബാരൽ റേഡിയോ ആക്റ്റീവ് മാലിന്യം ഫ്രാൻസിൽ നിന്നുള്ള ഒരു സംഘം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ്. സമുദ്രത്തിൽ 13,000 അടി താഴ്ചയിലായാണ് ഇത്രയും അളവ് ആണവ മാലിന്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഫ്രാൻസിൽ നിന്നും 100 കണക്കിന് മൈലുകൾ അകലെയുള്ള സമുദ്രഭാഗത്തായാണ്. കടലിന്റെ അടിത്തട്ടിൽ ചിതറിക്കിടക്കുന്ന ഈ ആണവ മാലിന്യങ്ങൾ നിറച്ച ബാരലുകൾ യഥാർത്ഥത്തിലുള്ള ആണവ മാലിന്യ കൂമ്പാരത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. 1946നും 1990നും ഇടയിൽ കരയിലുള്ള ആളുകളെ സുരക്ഷിതമായി സൂക്ഷിക്കാനായി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗമാണ് ആണവ മാലിന്യങ്ങൾ ബാരലുകളിലാക്കി കടലിലിടുക എന്നത്. തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണിതെന്നാണ് അന്ന് അത്തരം രാജ്യങ്ങൾ കണക്കാക്കിയിരുന്നത്. ആണവ സുരക്ഷയും മാലിന്യ സംസ്കരണവും ഉറപ്പാക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന 34 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ന്യൂക്ലിയർ എനർജി ഏജൻസി അഥവാ NEA മേൽനോട്ടത്തിലാണ് വിവിധ രാജ്യങ്ങൾ അത്തരമൊരു നീക്കത്തിലേക്ക് അന്ന് കടന്നത്. എന്നാൽ ഇപ്പോൾ അന്ന് വലിച്ചെറിയപ്പെട്ട ഈ ആണവ മാലിന്യങ്ങൾ ഭക്ഷ്യശൃംഖലയുടെ ഭാഗമായി മനുഷ്യരിലേക്ക് തിരികെ എത്തുമെന്ന ആശങ്കയിലാണ് ലോകം. ഈ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള സമുദ്രജീവികൾ ആഗീകരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും തുടർന്ന് അത്തരം മത്സ്യവിഭവങ്ങൾ കഴിക്കുന്ന മനുഷ്യരിലേക്കും അത് പ്രവേശിക്കുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് മനുഷ്യരിൽ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ശരീരത്തിലെ കലകൾക്ക് കേടുപാടുകൾ വരുത്തുമെന്നും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമെന്നുമാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. ആണവ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ബാരലുകൾക്ക് അതിനുള്ളിലെ ആണവ വസ്തുക്കൾ എന്നേക്കുമായി നിലനിർത്താനുള്ള കഴിവില്ല. റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ സാവധാനം പുറത്തുവിടുന്നതിനായാണ് അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത്തരം ബാരലുകളുടെ കാലദൈർഘ്യം 20 മുതൽ 26 വർഷം വരെ ആയിരുന്നു. എന്നാൽ ഇതിനോടകം ആ കാലപരിധി പിന്നിട്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഈ ബാരലുകൾക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ദൗത്യമാണ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആണവ മാലിന്യ നിക്ഷേപമുള്ള ബാരലുകൾ കണ്ടെത്തുന്നതിനായി സോണാർ എന്ന സ്വയംഭരണ അണ്ടർ വാട്ടർ റോബോട്ടിക് യൂലിയക്സ് ആണ് ഗവേഷകർ ഉപയോഗപ്പെടുത്തിയത്. അതിലൂടെ നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന ബാരലുകളിലെ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളിൽ ഭൂരിഭാഗവും ദുർബലമാണെന്നും അത് കണ്ടെത്തിയിരിക്കുന്നത് സമുദ്രത്തിൽ വളരെ ആഴത്തിലായതിനാൽ മനുഷ്യരെ അത് വലിയ തോതിൽ ബാധിക്കില്ല എന്നുമായിരുന്നു ഗവേഷകർ ആദ്യഘട്ടത്തിൽ അനുമാനിച്ചിരുന്നത്. എന്നിരുന്നാലും സമുദ്രജീവികളെ അത് ബാധിക്കുമെന്നും അതിലൂടെ ഭക്ഷ്യശൃംഖലയുടെ ഭാഗമായി മറ്റ് ജീവജാലങ്ങളിലേക്കും ആണവ മാലിന്യ ഘടകങ്ങൾ എത്തപ്പെടുമെന്നും അത് ദീർഘകാല പ്രത്യാഘാതം ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നിക്ഷേപിച്ച ആണവ മാലിന്യ ബാരലുകളിലെ 1/3 പദാർത്ഥവും ട്രിറ്റിയം ആയിരുന്നു. ഇത് അത്ര ഗൗരവമുള്ള ഒരു പദാർത്ഥമായി കണക്കാക്കപ്പെടുന്നില്ല. എന്നാൽ ബാക്കിയുള്ള പദാർത്ഥങ്ങൾ ബീറ്റ ഗാമ എമിറ്ററുകളാണ്. അതേസമയം ചില റേഡിയോ ന്യൂക്ലൈഡുകൾ ഇപ്പോഴും ഒരു പ്രശ്നമായി തുടരുകയാണ്. അതിലുൾപ്പെടുന്ന കാൽസ്യത്തോട് സമാനമായ സ്ട്രോൺഷ്യം 90 സമുദ്രജീവികൾക്ക് ആഗീകരണം ചെയ്യാൻ സാധിക്കും. അങ്ങനെ അത് ഭക്ഷ്യശൃംഖലയുടെ ഭാഗമാകും. ഈ അസ്ഥിരമായ മൂലകങ്ങൾ ക്ഷയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വികിരണം പുറപ്പെടുവിക്കും. അതുപോലെ തന്നെ ആണവ മാലിന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന cesium-137 ഏകദേശം 30 വർഷത്തോളം നിലനിൽക്കുമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്ലൂട്ടോണിയം 241 ഘടകം ഏകദേശം 13 വർഷവും യുറേനിയം 238 4.5 ബില്യൺ വർഷത്തിലധികവും നീണ്ടു നിൽക്കുമെന്നുമാണ് ശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാനാകും. സമുദ്രത്തിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ആണവ മാലിന്യം എന്നത് തീർച്ചയായും ഗുരുതരമായതും പരിഹരിക്കപ്പെടേണ്ടതുമായ ഒരു വിഷയം തന്നെയാണ്. അതിനാൽ തന്നെ ഈ ആണവ മാലിന്യ ബാരലുകളുടെ കൂമ്പാരത്തെ ചുറ്റിപ്പറ്റിയുള്ള കൂടുതൽ പഠനങ്ങൾക്കായി ഒരുങ്ങുകയാണ് ശാസ്ത്രലോകം. ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാർ തുടക്കമിട്ട ഈ ദൗത്യത്തിന്റെ അടുത്ത ഘട്ടം ഈ വർഷം തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ആണവ മാലിന്യ അവശിഷ്ടങ്ങൾ, വെള്ളം, സമുദ്രജീവികൾ എന്നിവയിലെ റേഡിയോ ന്യൂക്ലൈഡുകൾ അളക്കാനാണ് ശാസ്ത്രജ്ഞന്മാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ വർഷം അവസാനത്തോടെ ഇത് സംബന്ധിച്ച കൂടുതൽ പഠനഫലങ്ങൾ പുറത്തു വന്നേക്കാം.
വാർത്തയുടെ നിറം തേടി തനിനിറം.